നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കാസർഗോഡ് പാലായിലെ ഊരുവിലക്കിൽ 9 പേർക്കെതിരെ കേസ്. നടപടി CPM ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനയും പുലിയും. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം. വീട് തകർക്കാൻ ശ്രമം. ദേവികുളത്ത് നിലയുറപ്പിച്ച് പടയപ്പ. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം സൊസൈറ്റി തകർത്തു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ 5 ദിവസം മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്ന് ആലപ്പുഴയിലും എറണാകുളത്തും മഴയ്ക്ക് സാധ്യത. കൊടും വേനലിൽ പറവകൾക്ക് ദാഹജലം ഉറപ്പാക്കി ഗുരുവായൂർ നഗരസഭ. വിവിധയിടങ്ങളിൽ മൺചട്ടികൾ സ്ഥാപിച്ചു. സംസ്ഥാനത്ത് തണ്ണിമത്തൻ വിപണി സജീവം. തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോട്ടെ കർഷക. 1 ഏക്കറോളം സ്ഥലത്ത് വിളയിച്ചത് 1 ടൺ തണ്ണിമത്തൻ. സകലമാന കേരളത്തിലേക്ക് വിശദമായി നോക്കാം. ഇടുക്കിയിൽ കാട്ടാനയും പുലിയും ജനവാസ മേഖലയിൽ തുടരുകയാണ്. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണു. വീട് ഇടിച്ചു തകർക്കാൻ ആന ശ്രമിച്ചു. ഇതിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിൻ്റെ എന്തോ സൗണ്ട് കേട്ടു. എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി. ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം സൊസൈറ്റി അടിച്ചു തകർത്തു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. இன்றைக்கி மதியம் ஒரு 3:30 மணிக்கு லயன்ஸ் பக்கத்தில் வச்சு புலி வந்து கடிச்சிட்டு, அப்போ நாங்கள் இதுவரை ஒரு 5 மாடு 2 மாதத்துக்கு உள்பட பல முறை ஃபாரஸ்ட் டிபார்ட்மெண்ட்டு தெரியப்படுத்தியும் இதுவரை எந்த நடவடிக்கையும் எடுக்கலை. அப்போ எங்களுக்கும் உயிருக்கும் உத்தரவாதம் இல்லை. இந்த புலியை இங்கேருந்து மாற்றதுக்கு ஏற்பாடு பண்ணணும். அப்படி இல்லைன்னா நாங்களும் இங்கே ஜீவிக்க முடியாது. அதனால் எவ்வளோ சீக்கிரமாக இங்கே இந்த எஸ்டேட்டில் வந்துட்டு தலையார் எஸ்டேட் கடுமுட்டி விசில் இப்போ பாருங்கள், அவர் முனியாண்டி இருக்கார். அவர் இந்த மாடை வச்சு தான் ஜீவிக்கார். அவருக்கு வந்து அவர் பொம்பளையாளுக்கு வந்துட்டு கை காலெலாம் ஒடிஞ்சது. அப்போ அவரை வந்து 2 பேருமே கஷ்டப்பட்டு தான் இருக்காங்க. 2 டெம்பரரி. പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഭീതി ഒഴിയുന്നില്ല. വനം വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? പാർവതി, തീർച്ചയായും ഇടുക്കിയിലെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും തോട്ടം മേഖലയിലും വന്യമൃഗശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. ഏതാനും മാസങ്ങളായി മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കൃത്യമായൊരു നടപടി ഈ കാര്യങ്ങളിലൊന്നും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും 2-3 ദിവസങ്ങൾ മാത്രം നിരീക്ഷണം നടത്തിയ ശേഷം പിൻവാങ്ങുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നിരീക്ഷണം ഏർപ്പെടുത്തിയ ശേഷം വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത് വനമേഖലയിലേക്ക് ഉൾവനത്തിനടുത്ത പ്രദേശത്തേക്ക് പടയപ്പ എത്തുമ്പോൾ ഉൾക്കാട്ടിലേക്ക് തുരത്തുമെന്നായിരുന്നു. അതുവരെ നിരീക്ഷണം തുടരും, രാത്രിയും പകലും നിരീക്ഷണം തുടരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ശ്രമം നടത്തുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പടയപ്പ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ദേവികുളം ലക്കാടിന് സമീപവും ഒപ്പം ദേവികുളത്ത് തോട്ടം മേഖലയിലും ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെ തോട്ടം മേഖലയിലൊക്കെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. റോഡിലൊക്കെ പലതവണ ഇറങ്ങി KSRTC ബസ്സടക്കം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ഉണ്ടായത്. ഒപ്പം ചക്കക്കൊമ്പൻ സിങ്ക് കണ്ടത്ത് ഇന്ന് പുലർച്ചെ 4 മണിയോടെ എത്തുകയും അവിടെ പ്രദേശവാസിയ മനോജിന്റെ വീട് ആക്രമിക്കുകയും ചെയ്തു. മനോജ് കുടുംബം ഈ വീട്ടിലാണ് കിടന്നുറങ്ങിയിരുന്നത്. മറ്റൊരു മുറിയിലായിരുന്നു ഇവർ കിടന്നുറങ്ങിയത്. എന്നാൽ വൻ ദുരന്തം മുഴുവൻ
പതിവായി. പുലർച്ചെ 4 മണിയോടെയാണ് ചക്കക്കൊമ്പൻ ഇവിടെ എത്തിയത്. വീടിന്റെ മുൻഭാഗത്തെ ഭിത്തി കൊമ്പുകളുടെ ഇടിച്ചു താർക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീടിനകത്തെ സീലിംഗും തകർന്ന സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസവും സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പൻ ഇറങ്ങിയിരുന്നു. ഒപ്പം പന്നിയാറിൽ റേഷൻ കടയ്ക്ക് നേരെയും 301 പോലുള്ള ഒരു വീടിന് നേരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇടമലക്കുടിയിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൂട്ടം ഇറങ്ങുകയും ഇവിടെ സൊസൈറ്റിക്ക്, അതായത് ഇടമലക്കുടിയിലെ വിവിധ കുടികളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന സൊസൈറ്റിക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇവിടെയുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. ഒപ്പം തലയാറിൽ ഇന്നലെ പുലി ഇറങ്ങി വളർത്തുമൃഗത്തെ പിടിച്ചതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 വളർത്തുമൃഗങ്ങളെ ഇവിടെ നഷ്ടപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ അവരുടെ അധിക വരുമാനമായി, ഇവരുടെ വരുമാന മാർഗമായിട്ടാണ് ഇവർ പലരും കന്നുകാലി വളർത്തലിനെ ആശ്രയിക്കുന്നത്. അവയ്ക്ക് നേരെ പുലിയുടെ ആക്രമണം പതിവായി ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ നിരവധി തവണ പുലിയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ ചത്തുടങ്ങിയ സാഹചര്യമുണ്ട്. എന്നാൽ കൃത്യമായി ഒരു ഇടപെടലും ഈ ഭാഗത്ത് ഈ പുലി വീതി ഒഴിവാക്കുന്നതിനായി വനം വകുപ്പ് സ്വീകരിച്ചിട്ടില്ല. പാർവതി. ഇടുക്കിയിൽ വന്യജീവി ആക്രമണത്തിന് കുറവില്ല. വിവരങ്ങൾ നൽകിയത് പ്രിൻസ് ജെയിംസ്. കാസർഗോഡ് പാലായിലെ ഊരുവിലക്ക് ആരോപണത്തിൽ 3 പരാതികളിലായി 9 പേർക്കെതിരെ കേസ്. പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് നടപടി. CPM ബ്രാഞ്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 8 വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ മാർച്ച് 30 വരെയുള്ള ദിവസങ്ങളിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴയിലും എറണാകുളത്തുമാണ് മഴയ്ക്ക് സാധ്യത. നാളെ ഈ 2 ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. വേനലിൽ പറവകൾക്ക് ജീവജലം നൽകി ഗുരുവായൂർ നഗരസഭ. വിവിധയിടങ്ങളിൽ മൺചട്ടികൾ സ്ഥാപിച്ചു. നഗരസഭാ ഓഫീസ് പരിസരം, EMS സ്ക്വയർ, വിവിധ പാർക്കുകൾ എന്നിവിടങ്ങളിലാണ് മൺചട്ടികൾ സ്ഥാപിച്ചത്. ഇടുക്കിയിൽ വിദേശ മദ്യശേഖരവുമായി 2 പേരെ കട്ടപ്പന പോലീസ് പിടികൂടി. ചെറുതോണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തേക്കിലക്കാട്ടിൽ രാജേഷ്, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ശരത്ലാൽ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് 48 ലിറ്റർ വിദേശ മദ്യവും പോലീസ് കണ്ടെടുത്തു. ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. കേട്ടോ, ഒരാളെ ആശ്രയിക്കുന്ന പരിചയമില്ല. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു RLV രാമകൃഷ്ണൻ. കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് മോഹിനിയാട്ടത്തിന് വേദിയൊരുക്കിയത്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിവേചനമില്ലാതെ മോഹിനിയാട്ടം പഠിക്കാൻ കലാമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിന്റെ പിന്നാലെയാണ് നൃത്തം അവതരിപ്പിക്കാൻ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയൻ രാമകൃഷ്ണനെ ക്ഷണിച്ചത്. വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച, അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നൊരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം. അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലും ഇല്ലാത്തൊരു നൃത്തരൂപമാണ്. ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച് 2017 മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരണം, അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ NK ഗീത ടീച്ചറുടെ കീഴിൽ ഇതേ കൂത്തമ്പലത്തിൽ നിന്നും PhD അനുവദിച്ച് തന്നത്. അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് 2007 മുതൽ
2017 വരെയാണ്. അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു. ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു, അതായത് PhD, MPhil. അപ്പോൾ ഇവിടെ അതിന് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്തരൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവാനാണ്. കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് UDFന്റെ മാർച്ച്. നഗരസഭയ്ക്ക് കീഴിലുള്ള മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രിയാണ് ഓൺലൈനായി ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തത്. ദിവസം പിന്നിട്ടപ്പോൾ കെട്ടിടം തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് പാടിയിലെ പ്രേമ. 1 ഏക്കറോളം സ്ഥലത്ത് വിളയിച്ചത് 1 ടൺ തണ്ണിമത്തനാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാടിയിലെ പ്രേമ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. 1 വർഷം മുൻപ് പമ്പ്രാണയിലെ 2.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് 20 സെന്റ് സ്ഥലത്തായിരുന്നു തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത വിളവും. അങ്ങനെ ഇത്തവണ 20 സെന്റ് എന്നത് 1 ഏക്കറിൽ വ്യാപിപ്പിച്ചു. 13 പശുക്കളുള്ള ഈ കർഷകയുടെ കൃഷിക്ക് ചാണകം മാത്രമാണ് വളമായി ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിലുള്ള കൃഷിയിൽ ഇത്തവണ വിളവെടുപ്പിൽ ലഭിച്ചത് 1 ടൺ തണ്ണിമത്തനാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നല്ലൊരു മികച്ച വിളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പശു മൂത്രവും അതിൻ്റെ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് ഇപ്രാവശ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഞാനിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം വരുമാനം എനിക്ക് കിട്ടാനുള്ള സാധ്യത എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുടുംബശ്രീ CDS വഴി ലഭിച്ച വിത്തിനമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. 73 ദിവസത്തോളം തണ്ണിമത്തൻ പാകമാകാനെടുത്തു. കൃഷിക്കായി ജീവിതം മാറ്റിവെച്ച പ്രേമയുടെയും ഭർത്താവ് കമലാക്ഷന്റെയും അധ്വാനത്തിന്റെ ഫലമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയഗാഥ. തണ്ണിമത്തന് പുറമെ പച്ചക്കറിയും ചോളവും കൃഷി ചെയ്ത് ഈ കർഷകയ്ക്ക് ലഭിച്ചത് മികച്ച വിളവാണ്. മക്കളായ രാഹുലും അവന്തികയും കൃഷിയിൽ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. മധ്യമേഖലാ കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന ഉപദേശക സമിതി യോഗം പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചേർന്നു. കർഷകർക്ക് കൃഷിയോടുള്ള താൽപര്യം കുറഞ്ഞു വരുന്നതായും യുവാക്കൾ കൃഷിയിലേക്ക് വരാനുള്ള താൽപര്യം കാണിക്കുന്നില്ലെന്നും യോഗം വിലയിരുത്തി. പാലക്കാട് ആത്മ പ്രൊജക്ട് ഡയറക്ടർ PA ഷീന ഉദ്ഘാടനം ചെയ്തു. പുതിയ കൃഷിരീതികൾ കണ്ടെത്തി അവ എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്വദേശി മധുകുമാറിന്റെ വീട്ടുവളപ്പിൽ കുലച്ച കൂറ്റൻ വാഴക്കുല നാട്ടുകാർക്ക് കൗതുകമാകുന്നു. ഇനിയും വളർച്ച പൂർത്തിയാകാത്ത വാഴക്കുലയ്ക്ക് ഇപ്പോൾ തന്നെ 7 അടിയോളം നീളമുണ്ട്. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം ചെട്ടിയാൻ വിളാകത്ത് മധുകുമാറിന്റെ വീട്ടുവളപ്പിൽ വിളഞ്ഞ ഭീമൻ വാഴക്കുലയാണിത്. 5 മാസത്തിനു മുമ്പാണ് വാഴ കുലച്ചത്. ഇപ്പോഴും കുലയുടെ വളർച്ച പൂർണ്ണമായിട്ടില്ല. വളർച്ച പൂർത്തിയായാൽ 9 അടിയിലേറെ നീളം വരുമെന്നാണ് പ്രതീക്ഷ. ഈ വാഴ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പം കണ്ട് അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ഈ വാഴ. ഇതിനിപ്പോൾ ഏകദേശം 7.5 അടിയോളം നീളമുണ്ട്. ഇനി ഇത് ഒരു 2 അടിയും കൂടെ ഇത് പോകും. കാണാനും ഒരു അലങ്കാര വാഴയാണ്, കാണാനും ഭയങ്കര രസമാണിത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ മധുകുമാറിന് അലങ്കാര ചെടികളുടെ വിൽപ്പനയുമുണ്ട്. സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വാഴക്കന്നിലാണ് ഭീമൻ വാഴക്കുല വിളഞ്ഞത്. 2 പതിറ്റാണ്ടിലേറെ പ്രായമുള്ള കുഞ്ഞൻ ബോൺസായി വൃക്ഷങ്ങളും മധുകുമാറിന്റെ തോട്ടത്തിലുണ്ട്. എല്ലാം മധുകുമാർ സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തവയാണ്. ഭാര്യ വിജിയും മകൾ ഭാഗ്യശ്രീയും മധുകുമാറിനെ കൃഷിയിൽ സഹായിക്കാൻ കൂടെയുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള സർക്കാർ മഹിളാ മന്ദിരത്തിലെ അന്തേവാസികളായ അശ്വതി, പ്രിയ എന്നിവരുടെ വിവാഹം പുതുപ്പരിയാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു. അശ്വതിയെ സുഭാഷും പ്രിയയെ അജിത് ലാലുമാണ് വിവാഹം ചെയ്തത്. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ
വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സ്വർണ്ണാഭരണങ്ങൾക്കെതിരെ വാർത്തകളിലേക്ക് വീണ്ടും. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CITU സമരം. ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരങ്ങൾ അനുവദിക്കാനാകില്ലെന്ന നിലപാടിലാണ് CITU. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം വഴിയിൽ തടയും. ഗതാഗത മന്ത്രിയുടെ വീട്ടിലേക്ക് രണ്ടാം ഘട്ട സമരമെന്ന നിലയിൽ മാർച്ച് നടത്തുമെന്നും CITU പ്രഖ്യാപിച്ചു. VV വിനോദ് ഉണ്ട്. വിനോദ്, പരിഷ്കാരങ്ങൾക്കെതിരെ നേരത്തെ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെയാണ് CITU രംഗത്തെത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മന്ത്രിക്കെതിരെ CITU നേതൃത്വത്തിൽ മാർച്ച് ധർണയും നടക്കുകയും ചെയ്തു. CITUവിന്റെ നിലപാട് മന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ് അവർ പറയുന്നത്. മന്ത്രിയെ വഴി നടക്കാൻ അനുവദിക്കില്ല, മന്ത്രിയുടെ വാഹനം തടയും, അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സ്വന്തമായി ഭൂമി വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. അത് പ്രായോഗികമല്ല, നിരവധി പേരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇടതുമന്ത്രിസഭയിലെ അംഗമാണെന്ന കാര്യം മന്ത്രി ഓർമ്മിക്കണം എന്ന കാര്യം കൂടി CITU പറയുന്നുണ്ട്. മന്ത്രിയായ ശേഷം ആദ്യമായ എല്ലാ ഗണേഷ് കുമാറിന്റെ തീരുമാനം വിവാദമാകുന്നത്. നേരത്തെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട തീരുമാനം, അത്തരം ബസ്സുകൾ ഒഴിവാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് മേയറും അതോടൊപ്പം തന്നെ VK പ്രശാന്ത് MLA അടക്കമുള്ളവർ മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പിന്നീട് പാർട്ടി തന്നെ ഇടപെട്ട്, പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് മന്ത്രിയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയും അതിന് ആ മന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാകില്ല എന്ന സൂചന കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗണേഷ് കുമാറിന്റെ തീരുമാനമുണ്ടായത്. അത് മന്ത്രി നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ ചില ഓഫീസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നതിൽ എണ്ണം കുറച്ചുകൊണ്ടുള്ള ആ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ആ സമയത്തും അത് വിവാദമായിരുന്നു. ഇപ്പോൾ CIT തന്നെ മന്ത്രിക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാർവതി. ശരി വിനോദ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ന്യൂസ് 18നോട് മനസ്സ് തുറന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ ഭർത്താവ് ഭാസ്കരൻ മാഷ്. താനും ശൈലജയും വിവാഹം കഴിച്ചത് പ്രണയിച്ചു തന്നെ. ആരാദ്യം പ്രണയം പറഞ്ഞു എന്നതിൽ കാര്യമില്ല. രണ്ടാമതും മന്ത്രിയാകാതിരുന്നത് പ്രസക്തമല്ലെന്നും പാർട്ടിയിൽ മറ്റുള്ളവർക്കും അവസരം വേണ്ടിയെന്നും മട്ടന്നൂർ മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ ഭാസ്കരൻ മാഷ് പറഞ്ഞു. ഈ ടീച്ചറും മാഷും അല്ലേ, എങ്ങനെയാ പാർട്ടി വഴി തന്നെ ആയിരുന്നോ കണ്ടുമുട്ടല്? അതെ 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 അതെ. ഞാന് പിന്നെ 1972 തൊട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്തുണ്ട്. 72 ആ കാലഘട്ടത്തിൽ തന്നെ ശൈലജ എനിക്ക് അറിയാം. അവള് അവിടെ ഇരിട്ടി ഹൈസ്കൂൾ നാട്ടുകാരല്ല, ഇവിടുന്ന് ഒരു 10-14 കിലോമീറ്റർ അകലെയാണല്ലോ ഇരിട്ടി. അപ്പോൾ അവിടെയാണ്, മാടത്തിൽ നിന്നാണ് അവളവിടെ ഇരിട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അന്ന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ പേര് KSF എന്നാ, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന. SFI ആയില്ല. അപ്പോൾ ആ സമയത്തെല്ലാം പിന്നെ അവിടെ പോകും. പിന്നെ 71 SFI ആയി. അപ്പോൾ ഇങ്ങനെ എല്ലാം അറിയാം. പിന്നെ ഞാനിവിടെ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പിന്നെ അധ്യാപക പരിശീലനത്തിന് പോയി. ആ സമയത്ത് അവളവിടെ കോളേജിലുണ്ട്. അത് കഴിഞ്ഞ് വേഗം ഞാൻ മാഷായി ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് വളരെയേറെ പിന്നീട് അങ്ങ് സജീവമാണ്. പിന്നീട് ഞാൻ DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങളെ KSYF മാറി, അത് പിന്നെ DYFI ആയി. അപ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ട് ശൈലജയുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലാണ് ശൈലജയുള്ളത്. അപ്പോൾ ധാരാളം പിന്നെ
അവസരങ്ങളിൽ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും എല്ലാം. ആരാദ്യം തുറന്നു പറഞ്ഞത് എന്നില്ല, അതൊക്കെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ. അതിൽ ആരാദ്യം അതിനുശേഷം എന്നൊന്നും നമുക്ക് പറയാൻ അങ്ങനെയല്ല. അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, അവര് അതിനാവശ്യമായിട്ടുള്ള ഔദ്യോഗിക നടപടികൾ അവർ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ 1981 ഇതാണ് മാസം, വിവാഹ വാർഷിക അല്ല അടുത്ത മാസമാണ്. എത്ര വർഷമായി? 1981 ഏപ്രിൽ 19 ഏപ്രിൽ 19 അടുത്ത 44 വർഷത്തോളം അത്രയും വർഷം. ഈ 44 വർഷവും തിരക്കേറിയ രാഷ്ട്രീയ ജീവിതമാണല്ലോ അല്ലേ? അവളിവിടെ വന്നു, ഞാൻ എൻ്റെ കൂടെ വന്നു. എൻ്റെ വീട് ഇതായിരുന്നില്ല, തൊട്ടപ്പുറത്ത് മറ്റൊരു ഞങ്ങളുടെ തറവാടായിരുന്നു. അവിടെ ഞങ്ങൾ പിന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അതേ വർഷം തന്നെ 81 തന്നെ അവളവിടെ ശൂര ഹൈസ്കൂളിൽ അധ്യാപികയായി ചേർന്നു. സ്വകാര്യ സ്കൂളാണ്. അവിടെ ചേർന്ന് അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവളും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തുണ്ട്, ഞാനും ഉണ്ട്. അത് പിന്നെ അങ്ങനെ ശക്തിപ്പെട്ട് വന്ന് പിന്നീട് അവൾ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി. അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു, മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അങ്ങനെ പ്രക്ഷോഭ സമരങ്ങളിലും ഒക്കെ കാര്യമായി പങ്കെടുക്കുന്നു. അങ്ങനെയാണ് 96 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. MLA എന്നുള്ള നിലക്കുള്ള നല്ല പെർഫോമൻസാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് എല്ലാവരും പിന്നെ ശൈലജയെ പറ്റി അന്നേ പറയുന്നുണ്ട്. ഒന്ന് നന്നായി ഹൃദ്യമായ ഭാഷയിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നു. അത് നിയമസഭാ പ്രസംഗങ്ങളിലായാലും അതുപോലെ മറ്റ് പൊതുവേദികളിലുള്ള പ്രസംഗങ്ങളായാലും അല്ലെങ്കിൽ ആളുകളെയൊക്കെ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സ്ഥിതി അവൾക്കുള്ളത് കൊണ്ട് വലിയ സ്വീകാര്യത ഉണ്ടായി. അപ്പോൾ 96 കഴിഞ്ഞ് 2001 തെരഞ്ഞെടുപ്പിൽ പിന്നെ മത്സരിച്ചില്ല. 2006 അപ്പോഴത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് അവൾ സജീവമാണ്. അപ്പോൾ 2004 ഞങ്ങളുടെ തീരുമാനമെടുത്തു. ഇനി എന്താ വെച്ചാൽ സ്കൂള് ഇവള് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ടീച്ചർ എന്നുള്ളത്, അധ്യാപിക എന്നുള്ളത്. അവൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ഇംഗ്ലീഷുമാണ്, ഭാഷയാണ് ഹൈസ്കൂൾ ക്ലാസ്സിൽ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങോട്ട് സജീവമായപ്പോൾ അത് പ്രൊഫഷനെ ബാധിക്കുന്നൊരു നില വന്നു. കുട്ടികൾക്കും ചില പ്രയാസങ്ങളും ചില ദിവസങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നുള്ള നില. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ. ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ സ്കൂള്. ഇവിടെ നിങ്ങൾ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാകും. ഒരു നല്ല നിലക്ക് പോകുന്ന ഒരു പക്ഷേ പ്രൈമറി സ്കൂളുകളുടെ രംഗത്ത് ഞാൻ അവിടുത്തെ അധ്യാപകനായി ചേർന്നതിന് ശേഷം ഈ അനാദായകരമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ആ അവസ്ഥയൊക്കെ മാറി ധാരാളം കുട്ടികൾ. അതിപ്പോഴും ആ പാരമ്പര്യം. ഞാൻ 2008 റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ശൂര ഹൈസ്കൂളിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് എടുത്തു 2004. അപ്പോൾ പിന്നെ സജീവമായി രാഷ്ട്രീയത്തിലായി. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക് നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6120 രൂപ, പവൻ 48,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5110 രൂപ, പവന് 40,880 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോ 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.